ഞാൻ ആദിവാസി KSRTC ഡ്രൈവറായിട്ടാണ് അച്ഛനെ കിട്ടിയത്. അപ്പോൾ അമ്മ നേഴ്സായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. 2019 കൊറോണയ്ക്കാണ് അമ്മ 4 വീലർ എടുത്തത്. അങ്ങനെ കൊറോണയ്ക്കാണ് അമ്മ ജീറ്റോ വാങ്ങിയിട്ട് ഓടിച്ച് പഠിച്ചത്. ഇപ്പം അമ്മ ജീറ്റോ ഓടിക്കുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുള്ളവരാണെങ്കിൽ എൻ്റെ അമ്മ ജീറ്റോ ഓടിക്കുന്നത് കാണാമായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ കുറേ പേരായി ചോദിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ചാനലായാലും സെക്കൻഡ് ചാനലായാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാനലാണ് കുറച്ചും കൂടി അധികം പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ചാനൽ എന്തോ 2-3 പേര് എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഞാൻ ആദിവാസിയാണോ അല്ലെങ്കിൽ ഞങ്ങൾ ആദിവാസികളാണോ എന്നാണ്, അല്ലാത്തതുകൊണ്ടും അല്ല കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച കമൻറ്റാണ്. അപ്പം ഞാൻ ആദിവാസിയല്ല. അങ്ങനെ ചോദിക്കാനുള്ള കാരണം അട്ടപ്പാടി എന്നുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോയിലായാലും സെക്കൻഡ് വീഡിയോയിലായാലും ഞാൻ അട്ടപ്പാടി എന്നൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ ഈ അട്ടപ്പാടിയിലുള്ളവർ ഫുൾ ആദിവാസികളാണ്, അവിടെ വേറെ ആരുമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അട്ടപ്പാടിയിലാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ആദിവാസികളല്ല, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ബെന്തിക്കോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ആദിവാസികൾ മാത്രമല്ല. അപ്പോൾ അട്ടപ്പാടിയിൽ എത്തിയത് അതിൻ്റെ അച്ഛൻ്റെ അച്ചാച്ചനും അച്ഛമ്മയും. അപ്പോൾ അച്ഛമ്മയുടെയും അച്ചാച്ചൻ്റെയും വീട് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിൽ അച്ചാച്ചന് ജോലി ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ അറ്റൻഡറായിട്ട്. അപ്പോൾ ആലപ്പുഴയിലായിരുന്നു ജോലി. അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടിയതാണ് അട്ടപ്പാടിക്ക്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അച്ചാച്ചനും അച്ഛമ്മയും അച്ഛനും ചെറിയച്ഛനും കൂടിയിട്ട് അട്ടപ്പാടി വന്ന് സെറ്റിലായി. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം അവർ അട്ടപ്പാടിയിൽ എത്തിയത്. അച്ഛനും ചെറിയച്ഛനും ഒക്കെ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ അമ്മമ്മയ്ക്ക് അനിൽ ജോലി ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയച്ഛനൊക്കെ പഠിച്ച് വലുതായി വന്നത് കേട്ടോ. അങ്ങനെ അച്ഛന് പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു. പിന്നെ എന്തൊക്കെയോ പണി ഉണ്ടായിരുന്നു, സുബൈദ ബസ് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്, എപ്പോഴും ഓർമ്മയാണ്. പിന്നെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, കാർലത്താണ് വീട്. അപ്പം അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അമ്മ നേഴ്സായിരുന്നു. അങ്ങനെ കോട്ടക്കേണില്ല അമ്മ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അഗളിയിലായിരുന്നു, ശിവയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത്. അങ്ങനെ പരിചയമായിട്ടാണ് അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാനുണ്ടായി. അപ്പോൾ ഞാനും ജനിച്ചതും വളർന്നതൊക്കെ ഞാനും തൃശ്ശൂരാണ് ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞ് 2-3 വയസ്സ് വരെ ഞാൻ തൃശ്ശൂർ കാർലത്തായിരുന്നു. എൻ്റെ സരുവിൻ്റെ കൂടെയായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും കൂടി അട്ടപ്പാടിയിലായിരുന്നു. അവർക്ക് അവരുടെ ജോലിക്ക് തിരിച്ചു പോയി. അപ്പം എന്നെ നോക്കിയിരുന്നത് സരു ആയിരുന്നു. അപ്പം സരു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മയുടെ അനീത്തിയാണ് സരു എന്ന് പറയുന്നത്. അപ്പം സരു ആണ് എന്നെ നോക്കി വളർത്തിയതൊക്കെ വന്നത് കേട്ടോ. അങ്ങനെ 2 വയസ്സോ 1 വയസ്സോ ഉള്ളപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും കൂടി കൂട്ടിയിട്ട് സരുവിൻ്റെ അടുത്തുനിന്ന് അട്ടപ്പാടി കൊണ്ടുപോയി എന്നെ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ എനിക്ക് സരുവിൻ്റെ കാര്യം ഓർമ്മയില്ല കേട്ടോ. പിന്നെ വള്ളിമ്മ അപ്പോൾ എനിക്ക് പ്ലേ സ്കൂളിലൊക്കെ പോകാനായിട്ട് ഉള്ള ടൈമായി. അപ്പോൾ വള്ളിമ്മയ്ക്കാണെങ്കിൽ ഇവിടെ അടുത്ത് ടൈലറാണ്. അപ്പോൾ ടൈലറിന് പോകുമ്പോൾ വള്ളിമ്മ എന്നെ കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ലഞ്ച് ബോക്സിൽ ചോറും സ്നാക്സും ഇതൊക്കെ ഇട്ടിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൾ ഒരു ദിവസം ഞാൻ അവളെന്നാട്ടോ വിളിക്കുക. ചെറുത് തൊട്ടേ അവൾ വള്ളിമ്മ സരു അങ്ങനെയാണ് വിളിക്കാൻ പഠിപ്പിച്ചേക്കുന്നത് കേട്ടോ. അത് കാരണമാണ് ഞാൻ അങ്ങനെ അവളെന്ന് പറയുന്നത്. അപ്പോൾ വള്ളിമ്മ എന്നെ കൊണ്ടുപോകും. അങ്ങനെ ഒരു വട്ടം അംഗൻവാടിയിലെത്തി. അപ്പോൾ അതാണ് എൻ്റെ പ്ലേ സ്കൂള് വന്നിട്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പം LKG ചേർക്കാറായപ്പോൾ നമ്മൾ വീണ്ടും അട്ടപ്പാടിക്ക് കൊണ്ടുപോയിട്ടാണ്. കാലഘട്ടം എൻ്റെ ഒരു ചെറിയൊരു കാലഘട്ടം ഇവിടുത്തെ കഴിഞ്ഞു. പിന്നെ ഞാൻ അട്ടപ്പാടിയിലോട്ടാണ് പോയത്. അട്ടപ്പാടിയിൽ ഞാൻ അവിടെ അന്ന് അച്ഛൻ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതിലായിരുന്നു, അമ്മയും വർക്കിംഗ് ആയിരുന്നു നേഴ്സായിട്ട്. അപ്പോഴത്തേനും എനിക്ക് UKG LKG ഒക്കെ പോവാറായപ്പോൾ അങ്ങനെ ഞാൻ ബദനി വട്ടളിക്കൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ. LKG തൊട്ട് 3ാം ക്ലാസ് വരെ. അപ്പോൾ അച്ഛൻ അന്ന് ഡ്രൈവറായ കാരണം അച്ഛൻ ഈ റൂട്ടാണ് പോകാൻ. എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് അച്ഛൻ പോവാറ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ബസ് പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ ബസ് വരുന്നത്. അതിലത്തെ മാമനാണെങ്കിൽ നല്ല മാമനായിരുന്നു, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ ചേട്ടനാണെങ്കിൽ ഇതേ ഹോസ്റ്റലിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ
ടാങ്കൊക്കെ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഇടിവെട്ടത്ത് മരിച്ചു. അങ്ങനെ അച്ഛൻ്റെ ബസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെയാണ് എൻ്റെ സ്കൂൾ ബസ് വരിക. അങ്ങനെ എനിക്ക് അച്ഛൻ്റെ വണ്ടി ആദ്യം വരണ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് സ്കൂൾ ബസ്സിൽ പോകാനായിട്ട്. അച്ഛൻ്റെ കൂടെ ഇരുന്ന് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പിന്നെ ടൈം മാറ്റിയും തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം പിന്നെ എൻ്റെ സ്കൂൾ ബസ് വരും, അതിൻ്റെ പിന്നാലെയാണ് അച്ഛൻ്റെ ബസ് വരിക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അച്ഛൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ബസ്സിലൊന്നും കയറില്ല. ഫുള്ള് അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ എന്നെ അവിടെ ഇറക്കി വിടും കേട്ടോ അച്ഛൻ. രാവിലെ അച്ഛനെ കാണാം, വൈകിട്ടും അച്ഛൻ്റെ ബസ് പോണ കാണാട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി. കുഞ്ഞും ഇവിടെ തന്നെയാണ്, തൃശ്ശൂരാണ് ജനിച്ചത്. പിന്നെ അവൾ ഇവിടെയൊന്നും അല്ല പ്ലേ സ്കൂളിലൊന്നും പോയത്. അവൾ ഫുൾ അട്ടപ്പാടിയിലാണ് പ്ലേ സ്കൂളും LKG UKG ഒക്കെ പഠിച്ചത്. ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലായിരുന്നു അമ്മയുടെ ആശുപത്രിയും കൂടി. അപ്പോൾ അത്രയും എന്താ പറയുക, എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെ നിന്നാണ്. അപ്പോൾ ബസ് അമ്മയുടെ ആശുപത്രി ശിവയുടെ ഫ്രണ്ടിലാണ്, ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഹോൺ അടിക്കുമ്പോൾ ഞാൻ ടൗസറും ബനിയനൊക്കെ ഇട്ടിട്ട് വന്ന് അവിടെ നിൽക്കും. അപ്പോൾ അച്ഛൻ്റെ കല്ലുമൊക്കെ കൈ വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വരാറ് കേട്ടോ. അങ്ങനെ ഒരു സുഖമുള്ളൊരു ലൈഫായിരുന്നു അത്. ചെറിയച്ഛൻ്റെ മോന് ഞാനും ഒപ്പാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ ആരോഗ്യമാതയിലാണ് പഠിച്ചത്. അപ്പോൾ മലമ്പുഴയ്ക്ക് ടൂർ പോകാനാണോ ആരോഗ്യമാത എന്ന് പറഞ്ഞ സ്കൂൾ ബസ് ഇട്ടാ. അപ്പോൾ അവനാണെന്ന് തോന്നുന്നു. അപ്പോൾ ആരോഗ്യമാതയിൽ അച്ഛൻ സ്കൂൾ ഡ്രൈവർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവൻ്റെ ടൂർ പോകാനായിട്ട് അച്ഛനായിരുന്നു ഡ്രൈവർ മലമ്പുഴയിൽ പോകാനായിട്ട്. അപ്പോൾ അച്ഛൻ എന്നെയും കൂടി കൊണ്ടുപോകാറുണ്ട്. പിന്നെ ബസ് ഓടിക്കൽ നിർത്തിയിട്ട് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പൊക്കെ തുടങ്ങി. നമ്മുടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ ബസ് ഓടിക്കില്ല. അത് ഞാൻ 1ാം ക്ലാസ്സിലോ ഞാൻ പിന്നെ 2ാം ക്ലാസ്സിലോ ഞാൻ പറയാൻ വിട്ടുപോയി. അച്ഛൻ ജീപ്പൊക്കെ ഓടിക്കും കേട്ടോ. അപ്പോൾ ജീപ്പ് അവിടെ മെയിനായിട്ടും മലകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഇടിച്ച് താഴ്ത്തിയെങ്കിലും അന്ന് ഭയങ്കര കുത്തനെയുള്ള മലകളായിരുന്നു. അപ്പോൾ അന്ന് ജീപ്പുകളായിരുന്നു. പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് അച്ഛൻ ജീപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ബസ് ഡ്രൈവർ ആയിട്ടായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പ്. പിന്നെ 2005 6ലൊക്കെയാണ് അച്ഛൻ നല്ലോണം പഠിക്കുകയായിരുന്നു. രാത്രിക്ക് കുറിച്ച് നന്നായിട്ട് രാത്രി ഇരുന്ന് ബസ് ഓടിക്കാൻ പോയി വന്നിട്ടായാലും വർക്ക്ഷോപ്പിലെ പണികൾ കഴിഞ്ഞിട്ടായാലും രാത്രി വന്നിട്ട് ഇരുന്ന് വായിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുന്ന് വായിക്കായിരുന്നു അച്ഛൻ. അപ്പം അമ്മ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ വായിക്കായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ PSC ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പഠിക്കുമായിരുന്നു. ഓരോ ബുക്കുകൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, കുറേ ബുക്കുകൾ ഇങ്ങനെ വായിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. LDC അങ്ങനത്തെ കുറച്ച് ബുക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അച്ഛൻ PSC ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ എല്ലാ PSC എഴുതും, പക്ഷേ എവിടെയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല, റാങ്ക് ലിസ്റ്റിലോ അങ്ങനെയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ ഇതൊക്കെ അറിയുന്നത് അമ്മ പറഞ്ഞിട്ടാണ്. പിന്നെ അച്ഛൻ അച്ഛൻ പോണില്ല PSCക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് PSCക്ക് പോവാൻ ഒരു എക്സാം, പിന്നെ ലാസ്റ്റിന് ഒരു PSCക്ക് പോകാൻ എവിടെയോ എങ്ങാണ്ട് സ്ഥലമായിരുന്നു. ആ സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള കാശ് ഉണ്ടായിരുന്നില്ല. എവിടെയോ കടം മേടിച്ചിട്ടാണ് ഇങ്ങനെ പോയി എഴുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ വിട്ടത്. അങ്ങനെ ഒന്നും പഠിക്കാണ്ട് ഒന്നും വായിച്ചു നോക്കാണ്ട്, എന്ന് വെച്ചാൽ ഇത്രയും കാലം പഠിച്ചു പോയിട്ടും ഒന്നും കിട്ടിയില്ല. ഒന്നും ഒരു ലിസ്റ്റിൽ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അച്ഛൻ മടുത്തു. എന്തോരെന്ന് വെച്ചാൽ പഠിക്കാമെന്ന് വെച്ചിട്ട് നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് പോയിട്ട് എക്സാം എഴുതി. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ലിസ്റ്റിലുണ്ട്. അപ്പോൾ KSRTC ഡ്രൈവറായിട്ടാണ് അച്ഛനെ കിട്ടിയത്. ഫസ്റ്റ് പോസ്റ്റിംഗ് തോന്നുന്നു തിരുവനന്തപുരം പൂവാറാണെന്ന് തോന്നുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള പൂവാറാണ്. പിന്നെ അച്ഛൻ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് പൂവാറ് പോവും. പിന്നെ എനിക്ക് കോയമ്പത്തൂർ പോയിട്ടുണ്ട് അച്ഛൻ. കോയമ്പത്തൂർ ജോലി കിട്ടി. അതൊന്നും പഠിക്കാണ്ട് പോയിട്ട് അച്ഛൻ വായിച്ചും കൂടി നോക്കിയില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ പഠിക്കാണ്ട് പോയി എക്സാമിന് ലിസ്റ്റിൽ വന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, രക്ഷപ്പെട്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ അട്ടപ്പാടിലായിരുന്നു, ഞാൻ അമ്മയും കുഞ്ഞും അട്ടപ്പാടിയിലായിരുന്നു. അമ്മയുടെ ഹോസ്പിറ്റലിലേക്ക് പോവും, ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ക്ലാസ്സിൽ പോവും, ഒന്നില്ലെങ്കിൽ അച്ഛമ്മ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഞങ്ങൾ. അച്ഛമ്മയുടെ കൂടെ ഇരിക്കും. അമ്മ രാവിലെ പോയാൽ വൈകിട്ട് വരും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അഗളിയിലായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛമ്മയുടെ കൂടെ ഗൂളിക്കടവിൽ വന്നിട്ട് അവിടെയാണ് പിന്നെ നിന്നിരുന്നത്. അപ്പോൾ രാവിലെ അമ്മ ജോലിക്ക് പോവും, ഞങ്ങൾ രണ്ടാളും വീട്ടിലുണ്ടാവും. ചിലപ്പോൾ ക്ലാസ്സിൽ പോകണമെങ്കിൽ അങ്ങനെ ആക്കും. കുഞ്ഞിനെ വേണമെങ്കിൽ അച്ചാച്ചൻ അംഗനവാടി ഉണ്ട് അടുത്ത്, അവിടെ ആക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അച്ഛൻ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 1 മാസം കൂടുമ്പോഴൊക്കെ അച്ഛൻ വീട്ടിലേക്ക് വരും. പിന്നെ അച്ഛന് തൃശ്ശൂർക്ക് ട്രാൻസ്ഫറായി.
അപ്പോൾ അവിടെയാണ് നമ്മളൊരു ടേണിംഗ് പോയിന്റ് വന്നത് കേട്ടോ. തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് ഡിപ്പോന്ന് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരുന്നു വീട്ടിൽ വരുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ പോയി നിൽക്കാം എന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ നമ്മളെല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് തൃശ്ശൂർക്ക് പോകുന്നു. അച്ഛൻ്റെ ഡ്യൂട്ടിക്ക് പോകും. ഇപ്പം നമ്മളിവിടെ അമ്മയുടെ തറവാടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയാണെന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് ദിവസം മണിക്കുട്ടൻ കുടിച്ച് എന്താ പറയുക, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ചിലവ് മുട്ടിയോണ്ടൊക്കെ വന്ന് അടിച്ചിട്ടുണ്ട്. അമ്മയുടെ അമ്മ വന്നിട്ട് വാടക വീട് അന്വേഷിച്ച് നമ്മൾ ഇപ്പം താമസിക്കുന്നതിൻ്റെ അവിടെ വാടകയ്ക്ക് വന്നിരുന്നു കേട്ടോ. വീട്ടിലേക്ക് മാറി. അപ്പോൾ വാടക വീട്ടിലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നാൾ, പിന്നെ അച്ഛൻ 2 ദിവസമുള്ളൂ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ദിവസമൊക്കെ അച്ഛൻ വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് അവിടുത്തെ വാടക വീട്ടിലെ അവരെന്തോ പ്രസവം കഴിഞ്ഞ് വരിക എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് മാറണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ ഇടയ്ക്ക് പോകണം എന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ അകപ്പെട്ടുപോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിൽ രാമേട്ടൻ ഉണ്ടായിരുന്നു. രാമേട്ടൻ പറഞ്ഞു സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പോൾ രാമേട്ടന് വയറ്റിൽ എന്തോ മുഴ വന്നിട്ടുണ്ടായിരുന്നു, സ്ഥലം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് എവിടെ നിന്നും പൈസ ഒന്നും തിരിക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആളും വാടക വീട് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വയറ്റിൽ ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ രാമേട്ടൻ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ സ്ഥലം വാങ്ങി ചെറിയൊരു ഷെഡൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മളവിടെ കിടന്നിരുന്നത്. ഓക്കെ. അപ്പം വാടക വീട്ടിലാണെങ്കിൽ അവരുടെ ആൾക്കാർ വന്നു, പ്രസവം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ മെല്ലെ ഒരു കിണറൊക്കെ കുത്തി. അപ്പോൾ കിണർ കുത്തിയപ്പോൾ പറഞ്ഞ് ഈ സ്ഥലം മനസ്സറിഞ്ഞ് തന്നേക്കുന്നതാണ്. അപ്പോൾ രാമേട്ടനാട്ടോ. അപ്പോൾ രാമേട്ടനും ബിന്ദേശി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബന്ധുക്കളെക്കാളും ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവരോട് കേട്ടോ. അപ്പം ചെറിയ അടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നൊക്കെ പറയില്ല. അപ്പോൾ അവരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഒരു അത്രയും ബോണ്ടിങ് ആണ് അവരായിട്ട് കേട്ടോ. അപ്പോൾ ചെറുതൊട്ടേ കാണാൻ തുടങ്ങിയത് അന്ന് നമ്മുടെ കുഞ്ഞ് ചാരു ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളൊക്കെ വരുമ്പോൾ അട്ടപ്പാടിയിൽ എത്തിയതും തൃശ്ശൂർ വന്ന് ഇപ്പോൾ സ്ഥലം മാറിയതും അട്ടപ്പാടിയിലുള്ള കഥകൾ. ഇനി അടുത്തത് എന്നോട് ചോദിച്ചത് പിന്നെന്താ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലേ സ്കൂളിൽ ഞാൻ തൃശ്ശൂർ കാർളത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് LKG മുതൽ 3ാം ക്ലാസ് വരെ ഞാൻ വട്ടളക്കിലാണ്, ബദനി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ക്ലാസ് വരെ ആയിരുന്നു എൻ്റെ അട്ടപ്പാടിയിലത്തെ പഠിത്തം എന്ന് പറയാനായിട്ട്. പിന്നെ ഫുള്ള് നമ്മൾ തൃശ്ശൂർക്ക് 5 തൊട്ട് 10 വരെ നമ്മുടെ ഹൈസ്കൂള് കാർളം സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പ്ലസ് ടു നമ്മൾ ഗേൾസ് സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. +2 കൊമേഴ്സ് ആയിരുന്നു. ഡിഗ്രി ഉണ്ടായിരുന്നു. ഡിഗ്രി നമ്മൾ നെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. ഒരു ചെറിയൊരു കോഴ്സും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. PDCAM എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പം വീട്ടിൽ അമ്മ, അച്ഛൻ, ഞാൻ, കുഞ്ഞി. എന്താ ജോലി, വീട്ടിലുള്ളവർക്ക് എന്താ ജോലി, എനിക്കെന്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് KSRTC ഡ്രൈവറാണ്. അമ്മ നേഴ്സായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെ നോക്കാനായിട്ട് ആരും ഉണ്ടായില്ല. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നമ്മളെ നോക്കാൻ ആരും ഇല്ല. അപ്പോൾ അമ്മ അത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോണ കാരണം അമ്മ ജോലി ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ അമ്മ ഹൗസ് വൈഫ് ആയിട്ടായിരുന്നു ഇത്രയും കുറച്ച് കാലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ എടുത്തു തുടങ്ങി. ഫസ്റ്റ് നമ്മൾ ചെറിയൊരു സ്കൂട്ടി വാങ്ങി, ബ്ലാക്ക് വാങ്ങി, ഓട്ടോറിക്ഷ വാങ്ങി, പിന്നെ ഒരു സ്കൂട്ടി വാങ്ങി, പിന്നെ ഒരു ജീറ്റ വാങ്ങി, അത് കഴിഞ്ഞ് ഒരു ബുള്ളറ്റ് വാങ്ങി, അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു അമ്മയ്ക്ക് ഓടിച്ചു പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു വണ്ടി വാങ്ങാൻ തുടങ്ങി. നമ്മൾ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ബസ്സിൽ പോയാൽ ശരിയാവില്ല, നമുക്കൊരു വണ്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എന്നും 6 മണിയുടെ ബസ്സിനാണ്, പുലർച്ചയ്ക്കാണ് അച്ഛൻ്റെ ഡ്യൂട്ടി. അച്ഛൻ ലോങ് ആണ് എടുക്കാറ് കേട്ടോ ഡ്യൂട്ടികൾ. പൊള്ളാച്ചി ലോങ് ആയ കാരണം അച്ഛന് പുലർച്ചെയാണ് ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് ഒരു വൈകിട്ട് ഒരു 6 മണി 6:05 ഒരു ജീസസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാൻ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വണ്ടി എടുക്കാമെന്ന് തോന്നി. ചെറിയൊരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ നമുക്കിങ്ങനെ റെൻറ്റിനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സ്കൂൾ ട്രിപ്പും റെൻറ്റ്. പക്ഷേ നമ്മുടെ ഓട്ടോറിക്ഷ നന്നായിട്ട് ഒരു കാറ് പോലെയൊക്കെ പണിത് നല്ലൊരു എമൗണ്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഫ്രണ്ടിൽ മയിലൊക്കെ വെച്ച് നല്ലൊരു എമൗണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷ. പക്ഷേ നമ്മളിപ്പോൾ പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഓടിക്കുക,
എങ്ങനെ ഓടിക്കുക അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇതാണ് ചെയ്തത്. പിന്നെ അവരെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടനും അമ്മയും കുഞ്ഞും കൂടിയിട്ട് വണ്ടി എടുത്ത് പോയിട്ട്, അപ്പോൾ മണിക്കുട്ടൻ ചെറുതായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി പോയി ഒരു പോസ്റ്റുമ കാട്ടൂർ പോയിട്ട് ഒരു പോസ്റ്റുമ ജസ്റ്റ് ഒന്ന് ഇടിച്ചു, നമ്മുടെ ക്ലാസ്സൊക്കെ പോയി. അപ്പോൾ അത്രയും നാൾ പണിത എത്രയോ ലക്ഷത്തിന് പണിത സംഭവങ്ങളൊക്കെ 2-3 ലക്ഷത്തിന് പണിത വണ്ടിയാട്ടോ, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് ഒന്നും പറ്റിയില്ല, ജസ്റ്റ് പൊട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ വണ്ടി വേറെ ആർക്കും കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് വണ്ടി വീണ്ടും പണിതു. അത് നമ്മുടെ ഫസ്റ്റത്തെ പണിത എല്ലാ സംഭവങ്ങളും ഇറക്കി വെച്ചിട്ട് ബാക്കി പുതിയത് തൊട്ട് നമ്മൾ പണിതു. അതും കുറച്ച് ലക്ഷങ്ങളായി. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ വണ്ടി ഇടുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കുന്നില്ല, എപ്പോഴെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് വന്നു. അപ്പം വിചാരിച്ചു വണ്ടി വിൽക്കാം, ഓട്ടോറിക്ഷ വിൽക്കാം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഒരു നല്ലതായിരുന്നു, നല്ല ഒരാൾ വന്നപ്പോൾ നമ്മൾ കൊടുത്തപ്പോൾ അതിൻ്റെ നമ്പറാണെങ്കിൽ ഹൈലൈറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു വണ്ടി നമ്പറും എനിക്ക് അറിഞ്ഞുവിടാം, ഇപ്പോഴത്തെ ഒരു വണ്ടിയുടെ നമ്പറും എനിക്ക് അത്രയും കാണപ്പാടായിരിക്കില്ല. പക്ഷേ എനിക്ക് ആ ഓട്ടോയുടെ നമ്പറാണെങ്കിൽ കാണപ്പാടാം, KL 45 J53 33 ആ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓടിക്കുന്ന ഇപ്പം സ്ഥിരം ഉപയോഗിക്കുന്ന എൻ്റെ ബുള്ളറ്റ് ആയാലും സ്കൂട്ടി ആയാലും 3 സ്കൂട്ടി ആയാലും ഇതൊക്കെ എനിക്ക് ഓർമ്മയെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ നമ്പർ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുതിലേ ഉള്ള നമ്പറാണ്, ചെറുതിലേ ഞാൻ കണ്ടതാണ്, അന്നേ മനസ്സിൽ കുറിച്ച് വെച്ച ആ നമ്പർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ വണ്ടിയുടെ നമ്പർ ചോദിച്ചാൽ പോലും എനിക്ക് ഒരു കൂട്ടത്തിൽ എൻ്റെ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് അറിയില്ല, അത്രയും കാണാപ്പാടാണ് ആ വണ്ടിയുടെ നമ്പർ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു അസറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ വണ്ടിയായിരുന്നു അത്. അച്ഛനാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ മാസത്തിൽ നമ്മളവിടെ വിളിക്കും, നമ്മൾക്ക് വരിക എന്നുവെച്ചാൽ അത്രയും സംഭവങ്ങളാണ് ബസ്സിൽ കയറ്റി വരാറ് കേട്ടോ. 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കും നമ്മുടെ സ്കൂളിലൊക്കെ തുറക്കുന്ന ആ അവസരത്തിലൊക്കെ വരികയാണെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ വണ്ടി വാങ്ങാമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ വാങ്ങി. പിന്നെ ആദ്യം മേടിച്ച മെസ്ട്രോ വണ്ടി കുട്ടേട്ടന് ഓടിക്കാൻ അറിയില്ല. പിന്നെ ഇതേ വീട്ടിൽ വെക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ കുട്ടേട്ടന് കൊടുത്തു. അപ്പോൾ കുട്ടേട്ടൻ്റെ അവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ കുട്ടേട്ടനാണ് ബ്ലാക്ക് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ കുട്ടേട്ടനാണെങ്കിൽ കള്ളു കുടിച്ച് ഓടിക്കുകയാണ്. അത് കാരണം നമ്മൾ RC ഓണർ ആണെങ്കിൽ നമ്മൾ മാറ്റിയിട്ടില്ല, RC ഓണർ അമ്മയാണ്. അപ്പോൾ RC ഓണർ മാറ്റാത്ത കാരണം നമ്മൾ വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കാണ്. RC ഓണർ മാറ്റിയിട്ട് നമ്മൾ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കേസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാണെങ്കിൽ വണ്ടി കൊടുത്ത അന്ന് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ അടച്ചതാണ്. പിന്നെ ആൾക്ക് അറിയില്ലായിരുന്നു, ആൾക്ക് ഇപ്പോൾ വന്നപ്പോഴാണ് ഇൻഷുറൻസ് ഒക്കെ വണ്ടിക്ക് അടയ്ക്കണോ എന്ന് തോന്നി. ഇപ്പോൾ ക്യാമറയൊക്കെ വന്നു. അങ്ങനെ അമ്മ ഇപ്പോൾ ജീറ്റോ ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ജീറ്റോ എന്ന് വെച്ചാൽ അച്ഛൻ ഞാൻ 3ാം ക്ലാസ് ഇവിടേക്ക് വരുമ്പോൾ 4ാം ക്ലാസ് ഇവിടേക്ക് വരുമ്പോൾ ലൈസൻസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് 2 വീലറിലാണ് എടുത്തത്. അമ്മ അത് 2 വീലർ മാത്രമാണ് എടുത്തത്, 4 എടുത്തില്ല. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഈ 2019 കൊറോണയ്ക്കാണ് അമ്മ കാർ എടുത്തത് കേട്ടോ, 4 വീലർ എടുത്തത്. അങ്ങനെ കൊറോണയ്ക്കാണ് അമ്മ ജീറ്റോ വാങ്ങിയിട്ട് ഓടിച്ച് പഠിച്ചത്. ഇപ്പം അമ്മ ജീറ്റോ ഓടിക്കുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുള്ളവരാണെങ്കിൽ എൻ്റെ അമ്മ ജീറ്റോ ഓടിക്കുന്നത് കാണാമായിരിക്കും കേട്ടോ. അപ്പം അമ്മ നന്നായിട്ട് ഓടിക്കും. അപ്പം അമ്മയ്ക്ക് ജീറ്റോ ഓടിക്കാം. അപ്പോൾ കുഞ്ഞിപ്പം ഡിഗ്രി 3rd ഇയർ ആണ്. അപ്പം ഞാനിപ്പം കടയിലാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കടയൊക്കെ ഇതാക്കി, ഇതാണ് എൻ്റെ കട, ഓൺലൈൻ ഷോപ്പാണ്. പണ്ട് നല്ല വർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാ ടെക്നോളജീസും ഉള്ള കാരണം നമുക്ക് ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ കുറവാണ്. പിന്നെ ഞാൻ എന്നെക്കുറിച്ച് ചോദിക്കുന്നതൊന്നും കേട്ടില്ല, എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ എൻ്റെ സ്ഥലം എവിടെയാ, പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുന്ന ജോലിയാണോ, പിന്നെ ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ കണ്ടോളോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ഇടാണ്ട് പോവരുത് കേട്ടോ, കമൻറ്റ് ഇട്ടിരിക്കണം, എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ പാടത്ത് പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പാടത്ത് പോകാൻ പറ്റിയില്ല, എന്ന് വെച്ചാൽ നല്ല മഴ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ മടി, ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, ഞാൻ ചോറും വെള്ളവും ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ച് തടിയൊക്കെ കുറയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് പനി ആണെങ്കിലും ജലദോഷമാണെങ്കിലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഇവിടെ വന്ന് തുറന്നിരിക്കും. പിന്നെ ക്ലാസ്സിൽ പോകുന്ന ടൈമിൽ എനിക്കിവിടെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിർത്താത്തത്
ഇപ്പം നിർത്താത്തതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് വർക്ക് കുറവാണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെന്നില്ല. ഒക്കെ നമുക്ക് എന്താ ഓവർ ചിലവാണ് വരുന്നത്. അത് കാരണം ഇപ്പോൾ ഒരാൾ നിർത്തി കഴിഞ്ഞാലും നമുക്ക് അവരുടെ സാലറിയുടെ പ്രശ്നമാണ്. അപ്പോൾ സാലറി എന്തായാലും കൊടുക്കണമല്ലോ. അപ്പം നമ്മളിവിടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും കാലം നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി ജീവിച്ചു. ഇനി നമ്മളാണ് അവർക്ക് ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പം നമ്മൾക്ക് പറ്റിയ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അവരെ സഹായിക്കണം തോന്നി കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ സഹായം നമ്മളും ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മളും ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെന്താ കേട്ടോ, അപ്പം ഞാൻ ചിലപ്പോൾ വീഡിയോസിലൊന്നും കണ്ടില്ലെങ്കിലും പറയട്ടോ, എനിക്ക് ഭയങ്കര ജാടയാണെന്ന്. ഇപ്പം എന്നെ കാണുമ്പോൾ പറയും എനിക്ക് ഭയങ്കര ജാടയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ജാടയില്ല. എന്നോടൊരു 2 മിനിറ്റ് വന്ന് വർത്താനം പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ എൻ്റെ എന്നോട് ഒരു മിനിറ്റ് മാത്രം എന്നോടൊന്ന് സംസാരിച്ചാൽ കഴിയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും. അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആക്കാനാണ് തീരുമാനിച്ചത്. പറഞ്ഞ് എവിടെ വരെ എത്തിയെന്ന് അറിഞ്ഞുകൂടാ. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇനി ഇതൊക്കെ വരുള്ളൂ. പിന്നെ കടയൊക്കെ അടയ്ക്കാറായി, 5:03 ഇനി അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പം ഞാൻ പോവാണേ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇനി എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.